Good morning and welcome to Doctor's Talk. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ സംസാരിക്കുന്ന വിഷയം ഡയബറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. ഡയറക്റ്റായിട്ട് ഡയബറ്റീസ് ആണ് സംസാരിക്കുന്നതെങ്കിലും ഒരു പ്രത്യേക തരം ഡയബറ്റീസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുന്നതിനെയാണ് നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രമേഹം, അതായത് ഗർഭിണികളിൽ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹം. സാധാരണഗതിയിൽ പ്രമേഹം ഇല്ലാതിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഗർഭാവസ്ഥയിൽ മാത്രം പ്രമേഹം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുക. ആ പ്രത്യേക തരത്തിലുള്ള ഡയബറ്റീസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നോടൊപ്പം ഡോക്ടർ ഷീല സി ബാബു, ഡോക്ടർ എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. അങ്ങനെ രക്തത്തിൻ്റെ അളവ് കൂടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. ഈ പ്രഷർ വരുന്നത് പോലെ സ്ത്രീകൾക്ക്, ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ, ബ്ലഡ് ഷുഗർ കൂടുന്നതിനാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഗർഭിണിയായ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഡയബറ്റീസ്. അവർക്ക് നേരത്തെ ഡയബറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ചെക്കപ്പിന് നമ്മൾ നോക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ഒന്നും എല്ലാം നോർമലായിരിക്കാം. പക്ഷേ 5 മാസം കഴിഞ്ഞ് 6 മാസത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് പല ഹോർമോൺസിൻ്റെ, ഗർഭിണിയായ അവസ്ഥയിൽ പലതരം ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് വളരെ ഹൈ ആയിട്ട് ഉണ്ടാകും. അപ്പോൾ ആ ബ്ലഡ് ഷുഗർ കൂടുതൽ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകും. പക്ഷേ നോർമലായ സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കും? അവരുടെ പാൻക്രിയാസ് അതനുസരിച്ച് ഇഷ്ടംപോലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ ഗ്ലൂക്കോസിൻ്റെ ലെവലെല്ലാം അത് ഡൈജസ്റ്റ് ചെയ്ത് നോർമലാക്കും. അപ്പോൾ എന്ത് തകരാറാണ് ഈ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലാക്കുന്നത്? 2 തരം തകരാറുകളുണ്ട്. ഒന്ന്, ഈ പാൻക്രിയാസ്, ഇങ്ങനെയുള്ള സ്ത്രീകളുടെ പാൻക്രിയാസ് ആവശ്യത്തിനുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഏത് സ്ത്രീക്കും ഈ ഷുഗർ എത്ര ഹൈ ലെവലിൽ വേണമെങ്കിലും കൊണ്ടു നടന്ന് പിന്നെ അവസാനം കോംപ്ലിക്കേഷൻ എത്തുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ടാണ് സ്ക്രീനിങ് ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. സ്ക്രീനിങ് ടെസ്റ്റിനെ കാര്യം പറയുമ്പോൾ, സ്ക്രീനിങ് എന്ന് പറയുന്നത് എല്ലാ ലേഡീസിനും, പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാ ലേഡീസിനും നിങ്ങൾ ചെയ്യുമോ, അതോ അതിന് ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഉണ്ടോ? അത് സെലക്റ്റഡ് ഗ്രൂപ്പ് ഇല്ല. ഇന്നത്തെ കാലത്ത് സെലക്റ്റഡ് ഗ്രൂപ്പില്ല. പണ്ട് കാലത്ത് ഞാൻ പറയാം, ആർക്കൊക്കെ റിസ്ക് ഉള്ളതെന്നൊരു ചോദ്യം കഴിഞ്ഞ ചോദ്യത്തിൽ ചോദിച്ചിരുന്നു. അത് റിസ്ക് ഉള്ള ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അമിതമായ ശരീര വെയിറ്റുള്ള, തൂക്കമുള്ളവർ. അതായത് ഇന്ന് നമ്മൾ BMI എന്ന് പറയും, മിക്കവാറും എല്ലാവർക്കും അറിയാം. അതായത് ഹൈറ്റിനൊത്ത വണ്ണം വേണം, നമുക്ക് വെയിറ്റ് വേണം. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ പ്രാധാന്യം നൽകേണ്ടത്. നമുക്ക് പാരമ്പര്യമില്ല, നമുക്ക് മറ്റുള്ള ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും? അത് സ്ക്രീനിങ് ടെസ്റ്റ് കൊണ്ട് മാത്രമേ ഉള്ളൂ. പണ്ട് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരുന്നത് 6 മാസം തികയുമ്പോഴാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് WHO ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നു, നമ്മൾ ആരംഭത്തിൽ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യണം. അവർക്ക് സാധാരണ ബ്ലഡ് ഷുഗർ, റാൻഡം ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയാൽ ചിലപ്പോൾ നോർമലായെന്നിരിക്കാം. ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ഒരു ലേഡിയെ പരിശോധനയൊന്നും നടത്താതെ, അവർ ചികിത്സയൊന്നും എടുക്കാതെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനകത്തുള്ള റിസ്ക്? അവർക്കിപ്പോൾ നമ്മൾ ചികിത്സയൊന്നുമില്ല, അവർക്ക് അറിവുമില്ല. അങ്ങനെ വന്നാൽ അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുന്നതനുസരിച്ച് അത്രത്തോളം കുഞ്ഞിൻ്റെ പൊക്കിൾ വഴി അത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെല്ലും. അവൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്തു കണ്ടുപിടിച്ചു, അതായത് ആദ്യത്തെ മാസത്തിലെ ടെസ്റ്റിലല്ല, ഈ 6 മാസം ആകുമ്പോൾ അതിൽ പോസിറ്റീവ് ആകുമ്പോഴാണ് അവൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മൾ ഡയബറ്റിക് ഡയറ്റ് എങ്ങനെ നമ്മൾ കഴിക്കണം എന്ന് പറയും. ഷുഗർ ഫ്രീ ഡയറ്റ്, പഞ്ചസാരയൊന്നും കഴിക്കാതില്ല. 1, മധുരപലഹാരങ്ങളും പിന്നെ കൊഴുപ്പ് അടങ്ങിയതും കുറയ്ക്കുക. ഡോക്ടർ, ഇപ്പോൾ ഈ അൺകൺട്രോൾഡ് ഡയബറ്റീസ്, ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വന്നത് കൺട്രോൾ ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ റിസ്ക് ആണല്ലോ. അപ്പോൾ അതിൽ അമ്മയ്ക്കുണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയാണ്, കുഞ്ഞിനുണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അമ്മയ്ക്കുണ്ടാകുന്ന റിസ്ക്, അമ്മ അൺകൺട്രോൾഡായിട്ട് പോകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് പ്രഷർ വരാം, ദേഹം മുഴുവൻ നീര് വരാം, പ്രഷർ വരാം, പിന്നെ പെട്ടെന്ന് അനക്കക്കുറവ് അനുഭവപ്പെടാം. അവർക്ക് കുഞ്ഞിൻ്റെ അനക്കം വയറ്റിൽ കിടന്ന് നിന്നും പോകാം. അഥവാ കുഞ്ഞിൻ്റെ അനക്കത്തെ അത് ബാധിച്ചില്ലെങ്കിൽ പ്രസവത്തിന് വലിയ തടസ്സം ഉണ്ടാകും. ഈ അമിതമായ ഭാരമുള്ള കുഞ്ഞ് തീർച്ചയായിട്ടും സിസേറിയൻ്റെ റേറ്റ് കൂട്ടുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സിസേറിയൻ റേറ്റ്, അമ്മമാരിങ്ങനെ കഴിച്ച് കുട്ടികളെ വലുതാക്കി, അമ്മമാർക്ക് അറിവില്ലാത്ത അമ്മമാർ കുഞ്ഞുങ്ങളുടെ വെയിറ്റും കൂടി സിസേറിൻ്റെ റേറ്റ് കൂടും. ആളുകളും റിസ്ക് ഇല്ലാത്തവർ പോലും ഡയബറ്റീസ് ആവുന്നത്. അതിനെന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തുടക്കത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതിന് മുമ്പ് പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം. അവൾ ഗർഭിണിയാകുന്നതിന് 3 മാസം മുൻപ് തന്നെ, അഥവാ ഡയബറ്റീസ് ആണെങ്കിലും ഡയബറ്റീസ് ഇല്ലെങ്കിലും അവളുടെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് നോർമൽ ലെവലിൽ കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഡയബറ്റീസ് സ്ത്രീക്ക് ഒരു നല്ല കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കും. ഡയബറ്റീസ് വരാതിരിക്കാനുള്ള കുഞ്ഞിനെ ഇന്ന് സാധിക്കും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവർ ഡയബറ്റീസ് ഉള്ള സ്ത്രീയാണെങ്കിൽ ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുന്നതിന് 3 മാസം മുൻപ് അവളുടെ ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് 90-ൽ താഴെ,
അവളുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ളത് 120-ലും 130-ലും 3 മാസം മുൻപും പിന്നെ തുടർച്ചയായിട്ട് ആ 10 മാസവും ഈ ലെവലിൽ ബ്ലഡ് ഷുഗർ വെച്ചിരുന്നാൽ ഒരു ഡയബറ്റിക് അമ്മയ്ക്ക് ഒരു ഡയബറ്റിക് ഇല്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കും.